കോഴിക്കോട് മാമി തിരോധാന കേസിലെ കുറച്ച് എവിഡൻസുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. 2023 മാമിയെ കാണാതെ പോകുന്നത്. ഓഗസ്റ്റ് 21 കോഴിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാമി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയി അവരുടെ മുസ്ലിം പള്ളിയിൽ പോയി പള്ളിയുടെ മുമ്പിൽ വരെ ചെന്നതായിട്ടാണ് വിവരം. അതിനുശേഷം മാമിയെ കണ്ടിട്ടില്ല. മാമി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. 300 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ്. ഗൾഫ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ഗ്രൂപ്പുണ്ട്. മാമിക്ക് എതിരാണെന്ന് കരുതുന്നു. ആ മാഫിയ ഗ്രൂപ്പിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ടെന്ന് അന്നേ സംശയിക്കുന്നുണ്ട്. പക്ഷേ മാമിയുടെ ഡ്രൈവർ എലന്തൂർക്കാരൻ രഞ്ജിത്ത് കുമാറിനെയും ഭാര്യയും ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു. തുടക്കം മുതലേ ആരോപണം ഈ കേസിനകത്തുണ്ട്. ADGP അജിത് കുമാറും മലപ്പുറം SP സുജിത് ഈ കേസിനകത്ത് ഇടപെട്ടു എന്നൊരു ആരോപണമുണ്ട്. എന്തായാലും മാമി എന്ന മുഹമ്മദ് ആട്ടൂര് ഇതിൻ്റെ തിരോധനം 2023 ഓഗസ്റ്റിൽ ഉണ്ടായിട്ട് ഇന്ന് വരെ യാതൊരു ക്ലൂമില്ല. മാമി വലിയ ബിസിനസ്സുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഏകദേശം 3-4 മാസം മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് അറിയത്തില്ല. റിദാൻ ബാസിൽ എന്ന ഒരു കള്ളക്കടത്ത് കേസിനകത്തൊക്കെ പ്രതിയായിട്ടുള്ള ഒരാൾ, 24 വയസ്സേ ഉള്ളൂ. റിദാൻ ബാസിൽ പറഞ്ഞു തനിക്ക് കള്ളക്കടത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാം. തൻ്റെ സഹോദരനുമായിട്ട് അത് പങ്കുവെച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ വിവരങ്ങൾ, മൊബൈലിലുണ്ട്. റിദാൻ ബാസിൽ ഗൾഫിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ട്. 2021 ഏപ്രിലാണ് അദ്ദേഹം സഹോദരൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ എൻ്റെ കള്ളക്കടത്തിൻ്റെ വളരെയധികം ഡീറ്റെയിൽസ് ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെമ്പംകുത്ത് പുലിക്കുന്ന് മലയിൽ റിദാൻ ബാസിലിൻ്റെ മൃതദേഹം കാണപ്പെട്ടു. തലയ്ക്കും ചുറ്റും 5-8 വെടിയേറ്റിട്ടുണ്ട്. റിദാൻ ബാസിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് മുഹമ്മദ് ഷാൻ എന്ന വ്യക്തിയാണ്. അയാളും ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നീട് ഇയാളെ കണ്ടില്ല. ഇയാളെ ഭാര്യ, റിദാൻ ബാസിലിൻ്റെ ഭാര്യ, പല സന്ദർഭത്തിലും ഇയാളെ വിളിച്ചു ചോദിക്കുമെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. റിദാൻ്റെ ഭാര്യ ഹിമ ഫാത്തിമയെ ആ കേസിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ റിദാനെ പറ്റി വിവരമില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ പുലിക്കുന്ന് മലയിൽ വെടിയേറ്റ് കിടക്കുന്നത് കണ്ട്. ആ വെടിയേറ്റ് കിടക്കുന്നിടത്ത് തന്നെ അതിൻ്റെ തോക്കും കിടപ്പുണ്ടായിരുന്നു, വെടിയുണ്ടയും കിടപ്പുണ്ടായിരുന്നു. ഈ കേസിനകത്ത് നിദാനെ, മുഹമ്മദ് ഷാൻ ഉൾപ്പെടെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് നേരത്തെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് ഷാനിൻ്റെ വീടും പരിസരവും ഒക്കെ കൃത്യമായി പരിശോധിച്ചതാണ്. പക്ഷേ പിന്നീട് പോലീസ് വന്നവർക്ക് അയാളുടെ വീട്ടിലെ വിറകട്ടിയിൽ അവിടുന്ന് ആ വെടിയേറ്റ കിടക്കുന്ന ആളിൻ്റെ അതേ രീതിയിലുള്ള വെടിയുണ്ട കയറുന്ന കൈത്തോക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അയാളുടെ വെടിയേറ്റ് കിടക്കുന്ന സ്ഥലത്ത് ഈ തോക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ആ തോക്കാണ് എന്നെ പോലീസ് അന്വേഷിച്ചത്. റിദാൻ ബാസിലിൻ്റെ വെടിയേറ്റ മൃതദേഹം മാത്രമായിരുന്നു ആ പുലിക്കുന്ന് മലയിൽ. തലയിലും ദേഹത്തുമൊക്കെ വെടിയേറ്റിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് അയാളെ ജീവനോടെ കൊണ്ടുവന്ന ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. തോക്ക് ഇയാളെ വിളിച്ചോണ്ട് പോയാൽ തീർച്ചയായിട്ടും മുഹമ്മദ് ഷാൻ ഈ കേസിൽ പ്രതിയാകണമല്ലോ. അയാളോട് ചോദ്യം ചെയ്യാൻ അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ കഥകളൊന്നും പോലീസ് വിശ്വസിച്ചില്ല. അയാൾ തന്നെ ആയിരിക്കും പ്രതി എന്ന് കണക്ക് അയാൾ വീടും പരിസരവും വിറകട്ടിയിലൊക്കെ മുഴുവൻ വിറകട്ടിയും മാറ്റി പരിശോധിച്ചു. തോക്ക് ലഭിച്ചില്ല. എന്നാൽ പിന്നീട് അവിടെ പരിശോധിച്ചപ്പോൾ വിറകട്ടിയിൽ നിന്ന് തോക്ക് ആരോ തിരികെ വെച്ചിരിക്കുന്നു. എന്തായാലും പോലീസ് ആ കേസ് അന്വേഷിച്ചിട്ട് ഈ മുഹമ്മദ് ഷാൻ ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്തു. കുറ്റച്ചാർജ് അവരുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഓഗസ്റ്റ് 2023 മാമി എന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളുടെ തിരോധനം ഉണ്ടായത്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് തൊട്ടടുത്തുള്ള
ആ മുസ്ലിം പള്ളിയുടെ അവിടെ പോയി നിന്ന് ആരോട് സംസാരിച്ചതായിട്ട് CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. പിന്നീട് ഒരു വിവരമില്ല. വർഷങ്ങൾ കടന്നുപോയി. ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ADGP അജിത് കുമാറും മലപ്പുറം SP സുജിത് ദാസും ഒക്കെ ഇടപെട്ടു എന്ന് ആരോപണം അന്നും ഇന്നും നിലനിൽക്കുകയാണ്. ഈ കേസ് അവസാനം ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുമ്പോൾ മാമിയുടെ ഡ്രൈവർ അയാളെ ചോദ്യം ചെയ്തു. എലന്തൂർകാരൻ രഞ്ജിത്ത് കുമാറിനെ ഭാര്യയും ചോദ്യം ചെയ്തു. അതിനുശേഷം അവരെ വിട്ടയച്ചു. അവര് പിന്നീട് ഒളിവിൽ പോയി. എന്തുകൊണ്ടാണ് അവർ ഒളിവിൽ പോയത്? ഏതായാലും ഇയാളുടെ മൊബൈൽ ഫോണ്, രഞ്ജിത്ത് കുമാറിന്റെ മൊബൈൽ ഫോണ് പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. അത് ഹൈദരാബാദിലെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതിനകത്ത് പല നമ്പറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഏതായാലും അതെല്ലാം റിട്രീവ് ചെയ്തു. ഹൈദരാബാദ് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിലെ ഈ പരിശോധനയുടെ ഫലം ഇപ്പം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ വൈറ്റലായ എവിഡൻസസ് വന്നെന്നാണ് അറിയുന്നത്. ലോക്കൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കൊണ്ടാണ് ഈ കേസ് തെളിയാതെ പോയത് എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് പറയുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ മിസ്സിംഗ് ആയ ശേഷമുള്ള 18 മണിക്കൂർ അല്ലെ 24 മണിക്കൂർ വളരെ ക്രൂഷ്യലാണ്. ആ 18 മണിക്കൂറിനകത്ത് ലോക്കൽ പോലീസ് ഒന്നും ചെയ്തില്ല. CCTV ദൃശ്യം നോക്കിയില്ല. മൊബൈൽ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല. അവിടെ പാളിച്ച ഉണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായത് എന്നറിയില്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തതും എന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത്, ക്രൈംബ്രാഞ്ച് പറയുന്നത്, ലോക്കൽ പോലീസിന് വീഴ്ചയുണ്ടായി. 18 മണിക്കൂറിൽ ആരിലേക്കാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു എന്നാണ് വരുന്നത്. രഞ്ജിത്ത് കുമാറിന് ഒന്നെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ കൊണ്ട് തട്ടിക്കൊണ്ട് പോയതെന്നും അറിയാം. ഏതായാലും ഗൾഫ് ഉൾപ്പെടെയുള്ള വലിയ റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയാം. മാമിയുടെ കേസിൻ്റെ തിരോധാനം ഇപ്പം ഒരു വഴിത്തിരിവിലെത്തി. രഞ്ജിത്ത് കുമാർ ആ വിവരങ്ങൾ പോലീസിന്, ക്രൈംബ്രാഞ്ചിനടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് അയാൾക്കറിയാം. ഇല്ലെങ്കിൽ അയാളുടെ പങ്കാളിയായ ഒരു മിസ്സിംഗ് കേസിനകത്ത് പങ്കാളിയായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഏതായാലും മാമി തിരോധന കേസിന് ഇന്നിപ്പം അല്പം ഊർജം കൈവന്നു. യാതൊരു ക്ലൂ ഇല്ലായിരുന്ന, പ്രത്യേകിച്ച് ആ ഡ്രൈവറെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച് വിട്ട ശേഷം അയാളും ഭാര്യയും ഒളിവിൽ പോയി. ഇപ്പം കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കേസ്, മാമിയുടെ കേസ് ഉണ്ടായപ്പം മുതൽ, റിദാൻ ബാസിന്റെ കേസ് ഉണ്ടായപ്പം മുതൽ ആരോപണ ആരോപണങ്ങൾ പോലീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആകുന്നത്? പോലീസിന് എന്താ ഇതിനകത്ത് ഇൻട്രസ്റ്റ്? അവർ കേസ് തെളിയാനല്ലേ എല്ലാവരും ശ്രമിക്കുന്നത്? അതേസമയത്ത് റിദാൻ ബാസിലിൻ്റെ ഭാര്യ ആ ഹിബ ഫാത്തിമ അവരെ നിലമ്പൂർ കൊണ്ടുപോയി ചോദ്യം ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ? അവരെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമല്ലോ. അവരെ റിദാൻ ഫാസിലിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ കേസിനകത്ത് ഭാര്യ സംശയമുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായത് മനസ്സിലാകുന്നില്ല. എന്തായാലും റിദാനെ കൊന്നത് സ്വർണ്ണക്കടത്തുകാരെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് മുഹമ്മദ് ഷാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് അതിനെ കൃത്യ വിവരങ്ങൾ അറിയാം. അയാളെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്തത്? കാരണം അയാളെ വീട് മുഴുവനും വിറകട്ടിയൊക്കെ പരിശോധിച്ച ശേഷം വീണ്ടും പോലീസ് പരിശോധിക്കുമ്പോൾ ആ തോക്ക്, കൈത്തോക്ക് വിറകട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്ന ആരോ അത് ഫാബ്രിക്കേറ്റ് ചെയ്തു, ഇംപ്ലാന്റ് ചെയ്തു, കൊണ്ടുപോയി വെച്ചു എന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾ നിരപരാധിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുഹമ്മദ് ഷാന് ഇൻവോൾവ്മെന്റിനകത്ത് ഉണ്ടോ ഇല്ലെന്നറിയില്ല. കാരണം അയാളാണ് വിളിച്ചുകൊണ്ട് പോയത് റിസാനെ. അതുകൊണ്ട് അയാൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. ബാക്കി വിവരങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് അയാൾ പറയണം. ആര് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്? എന്തിനാണ് വിളിച്ചുകൊണ്ട് പോയത്? അയാളെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് മിസ്സായത്? പല സന്ദർഭത്തിലും ആ റിസാന്റെ ഭാര്യയും മറ്റൊരു മുഹമ്മദ് ഷാന്റെ അടുത്ത് നിരന്തരം വന്ന് ശല്യപ്പെടുത്തി എവിടെ പോയി തൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുകയുണ്ടായി. അയാൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ പോലീസ് അയാളെ പ്രതിയാക്കി. എന്തുകൊണ്ടാണ്? റിദാനെ
എൻ്റെ കേസിനകത്ത് ഇയാളെ പ്രതിതാക്കിയത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ മലയിൽ വെച്ച്, പുലിക്കുന്ന് മലയിൽ വെച്ച് വെടിയേറ്റ് സന്ദർഭത്തിൽ അവിടെ ഷാൻ ഉൾപ്പെടെ, മുഹമ്മദ് ഷാൻ ഉൾപ്പെടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പോലീസിന് എന്തെങ്കിലും എവിഡൻസ് ലഭിച്ചോ എന്ന് അറിയത്തില്ല. എങ്കിലും വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് തന്നെയാണ് ഇത്. അതേസമയത്ത് റിദാൻ ഫാസിലിനെ നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ അയാളെ തൃശ്ശൂര് അവിടെ ആ കേസിലായിട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. സ്വർണ്ണക്കടത്തുമായിട്ട് വളരെയധികം ബന്ധമായതുകൊണ്ട് അയാൾക്ക് അതേപ്പറ്റി ധാരാളം വിവരങ്ങൾ അറിയാം. അയാൾ വിവരങ്ങൾ പോലീസിന് ചോർത്തി കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ അയാളെ കൊന്നത്, അതിനകത്ത് മുഹമ്മദ് ഷാൻ എന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നും നമുക്കിന്നും അറിയത്തില്ല. എന്തായാലും മാമിയുടെ തിരോധാന കേസിനകത്ത് ചില എവിഡൻസുകൾ ക്രൈംബ്രാഞ്ചിലേക്ക് ലഭിച്ചു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. നല്ല കാര്യം. ഇനിയെങ്കിലും അത് തെളിയട്ടെ. മറ്റൊരു കാര്യം, അതിനകത്ത് ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് കേസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിട്ടത് എങ്കിൽ അവരും ഈ കേസിനകത്ത് പ്രതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.